വീട് പണയത്തിന് നൽകി തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതികൾ പിടിയിൽ. സംഭവത്തിൽ കോഴിക്കോട് അശോകപുരം സ്വദേശി മെർലിൻ ഡേവിസ്, മാങ്കാവ് സ്വദേശി നിസാർ എന്നിവരെ നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി ലതീഷ് ചേരുകയാണ്. ലതീഷ്, എങ്ങനെയായിരുന്നു ഇങ്ങനൊരു തട്ടിപ്പ് നടന്നത്? ഏത് രീതിയിലാണ് പ്രതികളെ പിടികൂടാൻ സാധിച്ചത്? കോഴിക്കോട് നഗരത്തിലെ വിവിധയിടങ്ങളിൽ വീട് വാടകയ്ക്ക് എടുക്കുകയാണ് ഇവരുടെ തട്ടിപ്പിന്റെ ആദ്യ പടി എന്ന് പറയുന്നത്. അത് പിന്നീട് ഉടമകൾ അറിയാതെ വാടകയ്ക്ക് പലർക്കുമായി നൽകുന്നു. അവരിൽ നിന്ന് ലക്ഷങ്ങൾ ഇവർ പണം സ്വീകരിക്കുന്നു. എന്നിട്ട് ഇവർ 2-3 മാസം അവർക്ക് കൃത്യമായി അവരുടെ വാടകയും മറ്റുമെല്ലാം വാങ്ങി പിന്നീട് ഇവർ മുങ്ങുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഉടമകളാണ് തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്നറിഞ്ഞ് ആദ്യം പോലീസിനെ സമീപിച്ചത്. പിന്നീട് ഇവർ പണം വാങ്ങിയ ആളുകളും ഇത്തരത്തിൽ പോലീസിനെ സമീപിക്കുകയായിരുന്നു. നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ പ്രതികൾ പിടിയിലായത്. 59 വയസ്സുള്ള കോഴിക്കോട് അശോകപുരം സ്വദേശി മെർലിൻ ഡേവിസ്, അതേപോലെ തന്നെ മാങ്കാവ് സ്വദേശി നിസാർ 58 വയസ്സ്, ഈ രണ്ടുപേരെയാണ് ഇപ്പോൾ നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2024 ഏപ്രിൽ മാസത്തിലാണ് പ്രതികൾ വീട് വാടകയ്ക്ക് എടുക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിനിയായ യുവതിയോട് 25 ലക്ഷം രൂപയും മറ്റൊരു യുവതിയിൽ നിന്ന് 2.8 ലക്ഷം രൂപയും, അതേപോലെ തന്നെ ശ്രുതി എന്ന് പറയുന്ന മറ്റൊരു യുവതിയിൽ നിന്ന് 7 ലക്ഷം രൂപയും ഇത്തരത്തിൽ ഒരു വീടുമായി ബന്ധപ്പെട്ട് തന്നെ ഇവർ വാങ്ങിയെടുത്തു എന്നാണ് പോലീസിന് പരാതിയായി ലഭിച്ചത്. ഇവരെ കുറിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ സ്ത്രീയും പുരുഷനും ഇത്തരത്തിൽ നടക്കാവ് പോലീസിന്റെ പിടിയിലായത്. സമാന തട്ടിപ്പുകൾ മറ്റിടങ്ങളിലും ഇവർ നടത്തിയതായാണ് പോലീസ് നൽകുന്ന വിവരം.